ആളുകളെ അല്ല ഇതാണ് ആളുകളെ താമസിപ്പിച്ചു. ഞങ്ങളുടെ അല്ലല്ല ഞങ്ങളുടെ ഭവന പദ്ധതി സർക്കാർ താമസിപ്പിച്ചു എന്നല്ല അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ ഭവന പദ്ധതി സർക്കാർ താമസിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ 178 പേർക്ക് കൈമാറിയതും ബാക്കി 400-ൽ പരമുള്ള ജനങ്ങളിൽ സർക്കാർ ഇപ്പോൾ ലിസ്റ്റിൽപ്പെടുത്തിയതുമായ ആളുകളുടെ ഭവനം കൈമാറുന്നതിൽ സർക്കാർ വീണ്ടും താമസിപ്പിക്കുന്നു. അതാണ് എൻ്റെ ആരോപണം. ഓക്കെ, അല്ല, സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ സ്ഥലം കൈമാറാൻ തയ്യാറായിരുന്നില്ല. രണ്ടാമത് സർക്കാർ തന്നെ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഊരാളുങ്കൽ അല്ല, മനസ്സിലാവുന്നില്ല, അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ട്, വീണ്ടും പറയണം, ഇതിൽ ക്ലിയർ ആണ് കേട്ടോ. ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ചു. ആ ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ചത് ഒരു ടെൻഡർ പോലുമില്ല, ഒരു എഗ്രിമെൻറ്റ് പോലുമില്ല, ഒരു തരത്തിൽ പോലും ഒരു ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ചു. എങ്ങനെ ഏൽപ്പിച്ചു? എന്തേ മറ്റു സൊസൈറ്റികൾ എടുക്കാതെ? ഊരാളുങ്കൽ സൊസൈറ്റി നിയന്ത്രിക്കുന്ന ആരാ? CPM. സർക്കാരിനെ നിയന്ത്രിക്കുന്ന ആരാ? CPM. അപ്പോൾ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ചു. സ്വാഭാവികമായി അതിനകത്ത് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങളുടേതായ നിലയ്ക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. രണ്ട് ഞാൻ അതിൻ്റെ പറയട്ടെ. നൗഫലിനോട് ഒരൊറ്റ ചോദ്യം, ഒരു സെക്കൻഡ്. നൗഫലിനോടൊരു ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫലിന് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്തത്. അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാളുങ്കൽ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്കർ മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട. മന്ത്രി ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിൻ്റെ ഉടമസ്ഥൻ, ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. എൻ്റെ ഒരു വാക്ക് മന്ത്രിക്ക് ചോദിക്കാം. ഒരു അവകാശമല്ലേ, ഒരു അവകാശമാണ്. ഈ ഉടമയ്ക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ആ മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. വിള്ളലൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്നിട്ട് മേലെ പോയിട്ട് നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് ഞാൻ അത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും ആ മാർക്കർ മായ്ക്കാൻ എന്താ ഞങ്ങൾ ചെയ്തത്? അതാണ് എനിക്ക് പറയാനുള്ളത്. പല ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഒരു 2-3 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത്രയധികം ഭീഷണി എനിക്ക് വരുന്നുണ്ട്. അത് ഞാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്നുണ്ട് എനിക്ക്. കാരണം എനിക്ക് ഒരു മാനസികമായിട്ട്, കാരണം അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ കുടുംബത്തിൽ 16 ആൾക്കാർ മരിച്ചതാണ്. എനിക്ക് ഒരു വീട് കെട്ടിയിട്ട്, ഞാൻ സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ട് ആ വീട്ടിൽ കടന്നുറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അതും പോയി. അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വീടിൻ്റെ വിള്ളലും ഇതും കൂടി കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. എനിക്ക് സംതൃപ്തി ഇല്ല. ഇല്ലല്ല, ഒന്നും ചോദിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി വിള്ളലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ ഇത് വിള്ളലാണെന്ന്. ഇനി മന്ത്രി വിള്ളലല്ല, ഞാൻ കണ്ടതാണ്. അക്കൗണ്ടിൽ നോക്കോളി. ഇതിന് വന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഉള്ളൂ. ആ അക്കൗണ്ട് നോക്കിയിട്ട് പൈസ ചോദിച്ചോളൂ. ഇനി ഞാൻ എന്താ പറയണ്ടത്? ഞാൻ പറഞ്ഞേക്കാം. അല്ല, സർക്കാരിന്റെ ഭവനത്തിൽ ഞാൻ എങ്ങനെ സഹായം ചെയ്യും? സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട് ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്ന നൗഫലിന്റെ വീടിന്റെ ചോർച്ചയിൽ ഞാൻ എങ്ങനെ സഹായിക്കും? ഞാൻ ഡോക്ടർ ഫിക്സിറ്റ് ആണ്. വീണ്ടും അങ്ങോട്ട് പോയി. ഞങ്ങളത് പറഞ്ഞല്ലോ, ഞങ്ങളത് തീർക്കുമെന്ന് പറഞ്ഞല്ലോ. അവിടെ വയനാട്ടിലത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറും വയനാട്ടിലത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വയനാട്ടിലുള്ള യുക്കോൺ സാറാണ് എൻ്റെ അപ്പുറം നിൽക്കുന്നത്. അല്ല അവരൊന്നും താമസിക്കുന്ന സ്ഥലത്ത് ആന ഇറങ്ങാത്ത സ്ഥലമാണ്. വയനാട്ടിൽ എവിടെ എൻ്റെ ചേട്ടാ ആന ഇറങ്ങുന്നത്? പുലി വന്ന വാർത്തയുണ്ട് ഈ സ്ഥലത്ത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അത് ചില വാർത്തകളോട് പ്രത്യേകം താല്പര്യം തോന്നും. സ്വാഭാവികമാണല്ലോ, അത് ജോലി ചെയ്യുന്ന സ്ഥാപനം അനുസരിച്ചിരിക്കില്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള സുരക്ഷ അവിടെ ജനങ്ങൾ, ഞാൻ ഒന്ന് വേണേൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അവിടെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിക്കപ്പെട്ട ഭവനങ്ങളിൽ ഒരെണ്ണമെങ്കിലും കൈമാറുന്ന ഘട്ടത്തിൽ ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തും. ആദ്യം ഇത് കൊടുത്തിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ട് കയറാമെന്ന് പറയില്ല. വിഷു കഴിയട്ടെ, ഓണം കഴിയട്ടെ, മഴ കഴിയട്ടെ, വെയിൽ കഴിയട്ടെ എന്ന് പറയില്ല. കൊടുക്കുമ്പോൾ എല്ലാം പൂർത്തീകരിക്കും.
കൊടുക്കുമ്പോൾ എല്ലാം പൂർത്തീകരിച്ച് കൊടുക്കും. നോക്കൂ, ഞാൻ എത്ര സൗമ്യമായിട്ട് ഇത്രയും നേരം സംസാരിക്കും. നിങ്ങൾ 3 മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ വീണ്ടും വഴക്കിടുകയാണ്. കേക്ക് ഇനി പ്രോയം വന്നു. ഓക്കെ, കൈരളി പ്രോയം വന്നു. പിന്നെ ഇനി അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാം പരിഹരിച്ച് അവർക്കിനി അവിടെ ഇനി വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവിടെ ആ ഫെൻസിങ്ങും ഏർപ്പെടുത്തി എന്തൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും